ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിയിലെ ആഭ്യന്തര തർക്കത്തിൽ LK അദ്വാനിയെ പിന്തുണച്ച് ശിവസേന. അദ്വാനിയോട് BJP മാന്യത കാട്ടിയില്ലെന്ന് പാർട്ടി മുഖപത്രം സാമ്ന. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് BJP നേതാവ് ജസ്വന്ത് സിംഗ് നാളെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. ജസ്വന്തിനെ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ച ചെയ്യാതെയെന്ന് സുഷമ സ്വരാജ്. പാർട്ടി നടപടിയിൽ ദുഃഖമുണ്ടെന്നും സുഷമ. CMPയിലെ അരവിന്ദാക്ഷൻ വിഭാഗം UDF വിട്ടു. ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് CPM പിന്തുണയോടെ അരവിന്ദാക്ഷൻ വിഭാഗം പിടിച്ചെടുത്തു. സംഘർഷത്തിനിടെ CA അജീറിന് മർദ്ദനമേറ്റു. അരവിന്ദാക്ഷൻ വിഭാഗം പിടിച്ചെടുത്ത ഓഫീസിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പത്രിക നൽകിയത് 263 പേർ. ഏറ്റവും കൂടുതൽ പേർ പത്രിക നൽകിയത് കാസർഗോഡ് മണ്ഡലത്തിൽ, കുറവ് കോട്ടയത്ത്. TP ചന്ദ്രശേഖരനെ ഇറച്ചി വിലയ്ക്ക് വിറ്റെന്ന തിരുവഞ്ചൂരിന്റെ ആക്ഷേപത്തിന് VSന്റെ മറുപടി. TPയെക്കുറിച്ചുള്ള പുസ്തകവും വാർത്തയും വിറ്റ് കാശാക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. TPക്ക് സംരക്ഷണം നൽകാതിരുന്നത് VS സർക്കാരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. VS ഉടഞ്ഞ വിഗ്രഹമെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ LDFന് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഭയമെന്ന് ഉമ്മൻചാണ്ടി. മലേഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുവിന്റെ ഉപഗ്രഹ ചിത്രം ലഭിച്ചു. ചൈനീസ് ഉപഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങൾ മലേഷ്യയ്ക്ക് കൈമാറി. വിമാനത്തിനായുള്ള തെരച്ചിൽ തുടരുന്നു. 2020 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 5 റൺസിന്. ശ്രീലങ്കയുടെ കുശാൽ പെരേര മാൻ ഓഫ് ദ മാച്ച്. യഥാർത്ഥ BJPയും വ്യാജ BJPയും ഉണ്ടെന്ന് മുതിർന്ന നേതാവ് ജസ്വന്ത് സിംഗ്. രാജസ്ഥാനിലെ ബാഡ്മേറിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ജസ്വന്ത് സിംഗ് ഉടൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചേക്കുമെന്ന് സൂചനയുണ്ട്. അദ്വാനിയുടെ സീറ്റിനെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ജസ്വന്തിന്റെ രാജിനീക്കം BJPയുടെ തലവേദന വർദ്ധിപ്പിക്കുകയാണ്. അദ്വാനിയുടെ സീറ്റ് പ്രഖ്യാപനത്തിനുണ്ടായ കാലതാമസത്തെ വിമർശിച്ച് സഖ്യകക്ഷിയായ ശിവസേനയും രംഗത്തെത്തി. ജന്മദേശമായ ബാഡ്മേറിൽ നിന്ന് മത്സരിക്കണമെന്ന ജസ്വന്ത് സിംഗിന്റെ ആഗ്രഹം അവഗണിച്ച BJP കോൺഗ്രസിൽ നിന്നെത്തിയ കേണൽ സോനാറാം ചൗധരിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച് ബാഡ്മീറിലെത്തിയ ജസ്വന്ത് സിംഗിന് ലഭിച്ച സ്വീകരണത്തിലാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. ഏതാണ് വ്യാജ BJP എന്നും ഏതാണ് യഥാർത്ഥ BJP എന്നും ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. हमारे सामने चुनौती जो है वह असली BJP और नकली BJP के बीच है. അതേസമയം ജസ്വന്ത് സിംഗിന് ബാഡ്മേർ നൽകേണ്ട എന്ന തീരുമാനത്തിൽ നിന്ന് BJP പിന്നാക്കം പോകില്ല എന്ന സൂചനയാണ് പാർട്ടി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന്റെയും മുതിർന്ന നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ജസ്വന്ത് സിംഗിന്റെ അനുഭവ സമ്പത്ത് BJP ഉപയോഗിക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. बल्कि भारतीय जनता पार्टी उनकी वरिष्ठता, उनके अनुभव, उनकी योग्यता, प्रतिभा, क्षमता का पूरा सम्मान करेगी. ഇതിനു പുറമെയാണ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പാർട്ടി മുഖപത്രത്തിന്റെ എഡിറ്റോറിയലിൽ BJPയെ വിമർശിച്ച് രംഗത്തെത്തിയത്. നരേന്ദ്രമോദിയുടെ കാലം ആരംഭിച്ചു എന്നതിന് അദ്വാനിയുടെ കാലം അവസാനിച്ചു എന്ന അർത്ഥമില്ലെന്ന് ഉദ്ധവ് പറഞ്ഞു. പാർട്ടിയെ വളർത്തിയ അദ്വാനിയെ BJP അപമാനിച്ചുവെന്നും ഉദ്ധവ് പറഞ്ഞു. അതേസമയം ഭോപ്പാലിൽ സീറ്റ് ലഭിക്കാത്തതിന്റെ നീരസവുമായി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉമാഭാരതിയും രംഗത്തെത്തി. ഉത്തർപ്രദേശിലെ ഝാൻസി സീറ്റാണ് ഉമാഭാരതിക്ക് നൽകിയത്. ഭോപ്പാലിൽ അലോക് സഞ്ചാറിനെ സ്ഥാനാർത്ഥിയായി ഇന്നലെ രാത്രി BJP പ്രഖ്യാപിച്ചു. മീഡിയ 1 ഡൽഹി. മുതിർന്ന നേതാവ് ജസ്വന്ത് സിംഗിന് ബാഡ്മേർ സീറ്റ് നൽകാത്തതിൽ ദുഃഖമുണ്ടെന്ന് BJP നേതാവ് സുഷമ സ്വരാജ് പറഞ്ഞു. സീറ്റ് നിഷേധിച്ചത് തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച ചെയ്തിട്ടല്ലെന്നും സുഷമ പറഞ്ഞു. देखिए, जहां तक जसवंत सिंह जी का सवाल है, ये निर्णय पार्टी ने किया है, साधारण निर्णय नहीं है. असाधारण निर्णय अकारण तो नहीं लिए जाते, कोई ना कोई कारण रहा होगा, क्योंकि ये वो टिकट है जो चुनाव समिति में तय नहीं हुई थी, बाद में तय हुई है. कारण कोई ना कोई रहा होगा, लेकिन मुझे स्वयं को व्यक्तिगत रूप से इस निर्णय से दुख पहुंचा है. VV രാജേഷ് BJP നേതാവ്. അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. AS സുരേഷ് കുമാർ മാധ്യമത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം VV രാജേഷിലേക്ക്. VV രാജേഷ്, പഴയ തലമുറയിലെ നേതാക്കൾ അധികാരമോഹവുമായി ഇപ്പോഴും തുടരുന്നതാണോ, അതോ പുതിയ നേതാവ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറാൻ ശ്രമിക്കുന്നതാണോ? എന്താണ് BJPയെ ഇന്നത്തെ അവസ്ഥയിൽ, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്? BJPയെ ഇപ്പോഴത്തെ മോശപ്പെട്ട, താങ്കൾ സൂചിപ്പിച്ചതുപോലോ ഈ വാർത്തയിൽ നേരത്തെ കണ്ടതുപോലെയുള്ള മോശപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറയുന്നതൊക്കെ തന്നെ
യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ചിന്തിക്കുന്നതായിരിക്കും. ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഈ ചർച്ചകൾക്കുള്ള വാതിലുകളും ചർച്ചകൾക്കുള്ള ഇടങ്ങളൊക്കെ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മുഴുവൻ ആൾക്കാരുടെയും സീറ്റ് തീരുമാനിക്കുന്നു, അവിടെ പോയി ചെന്ന് മത്സരിക്കണം. അങ്ങനെയുള്ള സിസ്റ്റം ഒരു കീഴ്വഴക്കമൊന്നുമല്ല ബി ജെ പിയിലുള്ളത്. ഏതൊരു സംഘടനയിലായാലും ഏതൊരു പ്രസ്ഥാനത്തിലായാലും തലമുറകളുടെ ഒരു ഒഴുക്ക്, ലീഡർഷിപ്പിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാകേണ്ടത് ആ പ്രസ്ഥാനത്തിന് കാലാനുസൃതമായി നിലനിൽക്കണമെങ്കിൽ ആവശ്യമാണ്. മത്സരിക്കുക, എം പി ആവുക എന്നുള്ളത് ഒക്കെ മാത്രമല്ല, ഒരു ആശയം പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ, മറ്റു മാർഗങ്ങളുണ്ട്. ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് ഇല്ലെങ്കിലും ഒക്കെ തന്നെ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇതൊക്കെ തന്നെയാണ് ഇന്ന് ജസ്വന്ത് സിംഗ് തന്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. പാർട്ടിയിൽ ചില ആളുകളുടെ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്നു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ചില ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ജസ്വന്ത് സിംഗിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരമോഹവും എം പി സ്ഥാനവും ഒന്നുമല്ല, അല്ലെങ്കിൽ അതുമാത്രമല്ല പാർട്ടിയുടെ അജണ്ട, പ്രവർത്തന രീതി എന്നത് LK അദ്വാനിയെ പോലൊരു മുതിർന്ന നേതാവിന് മനസ്സിലാകാതെ പോകുമോ? അല്ല രാജീവ്, ഇപ്പം ഒരു നേതാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നേതാവിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ പ്രതികരണത്തിലോ വെച്ച് ആകരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഗോവയിൽ നടന്ന BJPയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വച്ച് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ LK അദ്വാനിജിക്ക് പങ്കെടുക്കുവാൻ വേണ്ടി സാധിച്ചില്ല. ആ സമയത്ത് ഇതോടുകൂടി അദ്ദേഹം ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അതോടുകൂടി ഇവിടെ വച്ച് BJP അവസാനിച്ചു എന്നുള്ള തരത്തിൽ വരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് മീഡിയ 1 ചാനലിൽ ഉൾപ്പെടെ 1-2 ദിവസം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാനും വന്നിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നിരത്തിക്കൊണ്ട് ഞങ്ങളുടെ നിലപാടുകളെ ഞാൻ ന്യായീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് 2-3 ദിവസങ്ങൾ കൊണ്ട് വളരെ പതുക്കെ തന്നെ ഞങ്ങൾ അതെല്ലാം പരിഹരിച്ച് പാർട്ടി പൂർണ്ണമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. LK അദ്വാനിജി ഇപ്പോൾ വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ അദ്ദേഹം മത്സരിക്കുകയാണ്. ശ്രീ ജസ്വന്ത് സിംഗ് ഈ പാർട്ടി കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ച ചുരുക്കം ചില നേതാക്കൾ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചുരുക്കം ചില നേതാക്കൾ ഒരാളാണ്. അദ്ദേഹം പാർട്ടിയുടെ സ്വത്താണ്. ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഈ രാജ്യത്തിന്, പാർട്ടിക്ക് ഇനിയും ഒരുപാട് കാലം വേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസമോ ഒരു മണിക്കൂറിലോ അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൽ വച്ചിട്ട് അത് വിലയിരുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂറിനോ ഒരു നിമിഷത്തിലോ അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ ജീവിതകാലം മുഴുവൻ യത്നിച്ച ഒരു നേതാവ് സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയുന്നു പാർട്ടിയിൽ വ്യാജനുമുണ്ട്, അസലുമുണ്ട്. അതിൽ വ്യാജന്മാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തുനിന്ന് ആളുകൾ കടന്നു കയറുന്നു, വ്യാജന്മാർ കടന്നു കയറുന്നു. അവർ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അധിനിവേശം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെ കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇത്രയും കാലം BJPക്ക് വേണ്ടി BJPയുടെ സ്ഥാപക നേതാവായി ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്ന ജസ്വന്ത് സിംഗ് പറയുമ്പോൾ അത് ഒരു മണിക്കൂറിലെ, ഒരു നിമിഷത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലോട് തർക്കിക്കാനോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു തരത്തിലും വ്യാജന്മാർക്ക് കടന്നു കയറാൻ സാധിക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അത് ഈ പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ തന്നെ മനസ്സിലാകും. മറ്റൊന്ന്, ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുവാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ സാധിക്കില്ല, ഞങ്ങൾ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ജസ്വന്ത് സിംഗ് ഉൾപ്പെടെ ഉള്ളവർ, അടൽജി ഉൾപ്പെടെ ഉള്ളവർ ചർച്ച ചെയ്ത് രൂപീകരിച്ച ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി മുൻപോട്ട് പോകുന്നത്. ശ്രീ ജസ്വന്ത് സിംഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ആ സംസ്ഥാനത്തിൽ നിന്നുള്ള പാനലിൽ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത പാരമ്പര്യമാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് 1980 മുതൽ. എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലൊരു ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നില്ല. സുരേഷ് കുമാർ, ഇവിടെ വി രാജേഷ് പറയുന്നത് പോലെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രതിസന്ധി ചില നേതാക്കൾക്ക് അവരുടെ ആഗ്രഹം നടക്കാതെ പോയപ്പോൾ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭം, അതിനപ്പുറത്തേക്ക് പാർട്ടിയെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലോ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിലോ ഒരു പ്രശ്നവും BJP അഭിമുഖീകരിക്കുന്നില്ല. LK അദ്വാനി ഗാന്ധിനഗറിൽ അധികം വൈകാതെ തന്നെ സജീവമാകും. അതോടുകൂടെ BJP ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുതന്നെയാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPയിൽ സംഭവിക്കുന്നത്? രാജീവ്, നമുക്ക് ഒരു കാര്യം അറിയാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയെ വാഴിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വാഴിക്കുന്ന സമയത്ത് ആരാണ് ഇതിന് പിന്നിൽ ശക്തമായി നിന്നത് എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുൻകാലങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് RSSന്റെ അങ്ങേയറ്റത്തെ സ്വാധീനമാണ്. RSS ഇതിലേക്ക് വളരെ ഇറങ്ങിക്കളിക്കുന്നതാണ്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനും അദ്വാനിയെ ഒതുക്കാനും മുരളി മനോഹർ ജോഷിയെ ഒതുക്കാനും ഒക്കെയുള്ള തീരുമാനം കൃത്യമായി നടപ്പാക്കുന്നത് RSSന്റെ കരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്വാനിക്ക് ഗാന്ധിനഗർ വേണമോ ഭോപ്പാൽ വേണമോ എന്നുള്ള നാടകം എങ്ങനെ ഫലപ്രദമായി അവർ അവസാനിപ്പിച്ചു എന്നതുപോലെ തന്നെ ജസ്വന്ത് സിംഗിന്റെ വികാരങ്ങൾ മുറിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിന് പുറമേക്ക് മരുന്ന് പുരട്ടാൻ തീർച്ചയായിട്ടും RSS അല്ലെങ്കിൽ BJP നേതൃത്വം അടുത്ത ദിവസങ്ങളിൽ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ പ്രശ്നം തീർത്തതായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. അത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് RSSന്റെ ഇത്രത്തോളം വലിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിട്ടും, ഇത്രത്തോളം ബലിഷ്ഠമായ കരങ്ങൾ BJPയുടെ ഉൾപോരിനെ നിയന്ത്രിച്ചിട്ടും ആ ഉൾപോര് അവിടെയെങ്ങും നിൽക്കാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സമയത്ത് തന്നെ പുറത്തേക്ക് ചാടുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ BJPയിലെ ആഭ്യന്തര സംഘർഷം എത്രത്തോളം കാതലുള്ളതാണ്, എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ BJPയെ വളർത്തിയത് ആരാണ് എന്ന് നമുക്കറിയാം. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റ് കിട്ടാതെ നിൽക്കുന്ന സീറ്റിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുള്ള ഉമാഭാരതി, അല്ലെങ്കിൽ ജസ്വന്ത് സിംഗ്, ഇതൊക്കെ മുതിർന്ന നേതാക്കളാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിൽ നിന്നൊരു ജനറേഷണൽ ചേഞ്ച് ഉണ്ടാക്കാനാണ് RSSും മറ്റും ശ്രമിക്കുന്നത്. അതുവഴിയാണ് മോഡിയെ മുന്നിൽ നിർത്തിയുള്ള പുതിയ അജണ്ട, ഹിന്ദുത്വ അജണ്ട എങ്ങനെ മുന്നോട്ട് നീക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ RSS വളരെ മുമ്പ് തന്നെ തീരുമാനിച്ച് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതിലൂടെ ചെയ്തത്. ഈ പ്രോസസ്സിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒതുങ്ങി മാറേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനുള്ള കളം അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് ഇപ്പോൾ ജസ്വന്ത് സിംഗ് ആയാലും അദ്വാനി ആയാലും മാറി നിൽക്കുക, പിന്നെ വേദനയുണ്ടെങ്കിൽ അത് സഹിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് RSS അവർക്ക് മുന്നിൽ വെക്കുന്ന പ്രതിവിധി. അത് അവർക്ക് അനുസരിച്ചേ തീരുള്ളൂ. അതല്ലെങ്കിൽ ജസ്വന്ത് സിംഗിനെ പോലെ പുറത്തു പോകേണ്ടി വരും. ഇത്തരം ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം RSSന്റെ അപ്പർ ഹാൻഡിനിടയിലും ഇത്തരം പ്രശ്നങ്ങൾ BJPയിൽ ബാക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഒതുക്കി തീർക്കുന്നത് കൊണ്ട് മാത്രം ആ പ്രശ്നം തീരുന്നില്ല. നമുക്ക് ഇന്നിപ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി നോക്കാം. അത് ശിവസേനയിൽ നിന്ന് വന്ന കാര്യമാണ്. ശിവസേന ഇന്ന് പറഞ്ഞിരിക്കുന്നു മോഡിയേക്കാൾ സ്വീകാര്യനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അദ്വാനിയാണെന്ന്. അദ്വാനി നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം 87 വയസ്സായ ആളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ അദ്വാനിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരാൻ പ്രായോഗികമായ അതിനേക്കാൾ ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അത് വേറൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായി എന്നും വരാം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാണുന്ന ഈ മരുന്ന് പുരട്ടൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങളുടെ യഥാർത്ഥ സാരം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായും BJPയിലെ പ്രശ്നങ്ങൾ അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന് തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ കോൺഗ്രസിന് ബാധ്യതയുമില്ല. പക്ഷേ പ്രധാന പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രധാന എതിരാളിയായി നിൽക്കുന്ന BJPയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് മുതലെടുക്കാൻ പാകത്തിലുള്ള ശക്തി
ഇന്ന് കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസും ഏറെക്കുറെ തുല്യമായ ഒരവസ്ഥ അഭിമുഖീകരിക്കുന്നില്ലേ? രാജീവ് പോലെ ബിജെപിയുടെ ഒരു ആഭ്യന്തര പ്രശ്നത്തില് വലിയ ഒരു അഭിപ്രായ പ്രകടനത്തിനോ അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിനോ ഒരവസരമായി ഞാൻ കാണുന്നില്ല. മറിച്ച് ഇവിടെ രണ്ടു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളില് കോൺഗ്രസിലെ കണ്ണിലെ കരട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന BJP നേതാക്കന്മാർ ഇന്ന് അവരുടെ കണ്ണിലെ കോലെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം കോൺഗ്രസിന്റെ ചിദംബരം മത്സരിക്കുന്നില്ല, അവർ മത്സരിക്കുന്നില്ല, ഇവർ മത്സരിക്കുന്നില്ല, കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്, നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ ഈ ജസ്റ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ പ്രിയപ്പെട്ട രാജേഷ് പറഞ്ഞു, ആർക്കും ഈ BJPയുടെ രാജന്മാർക്ക് നുഴഞ്ഞു കയറാൻ കഴിയില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട രാജേഷ് വളരെ വിനിയോഗം, ഇത് ഞാനോ രാജീവോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല. പാർട്ടി രൂപീകരിച്ച കാലം മുതൽ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജസ്വന്ത് സിംഗിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപക്ഷെ രാജേഷിനേക്കാളും നന്നായിട്ട് RSSനെയും BJPയും അറിയാവുന്ന ഒരാളായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പാർട്ടി രാജന്മാർ കടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഡിഫെൻഡ് ചെയ്യാൻ. നമ്പർ 1. രണ്ടാമത്, ഇവിടെ നമ്മൾ ആരും ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ചർച്ച ചെയ്യണം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ജസ്വന്ത് സിംഗിന്റെ കാര്യത്തിൽ ഒരു പഴയ ചരിത്രമുണ്ട്. 2009 ജസ്വന്ത് സിംഗിനെ BJP പുറത്താക്കിയതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പാർട്ടീഷൻ സംബന്ധിച്ചൊരു ബുക്ക് എഴുതുകയും അതിൽ മുഹമ്മദ് അലി ജിന്നയെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പ്രേസ് ചെയ്ത് പറഞ്ഞു എന്നുള്ള കാരണം മാത്രം കൊണ്ട് RSSന്റെ സമ്മർദ്ദം കൊണ്ട് BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ജസ്വന്ത് സിംഗ്. ഇപ്പോ ഇവിടെ ഈ സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ പുറത്തേക്ക് പറയുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയായ വസുന്ധര സിന്ധ്യയ്ക്ക് ജസ്വന്ത് സിംഗിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ സീറ്റിൽ തന്നെ മത്സരിക്കട്ടെ എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ചോദിച്ചത് ബാൽമർ അദ്ദേഹത്തിന്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അദ്ദേഹത്തിന്റെ മകൻ മാൻവീന്ദർ സിംഗ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള MLA ആണ്. BJPയുടെ പ്രതിരോധ മന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ പ്രമുഖമായ പല വകുപ്പുകളും കൈയാളുന്ന ജസ്വന്ത് സിംഗ് വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞത് വലിയൊരു അപരാധമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വസുന്ധര സിന്ധ്യയുടെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല, മറിച്ച് RSSന് ജസ്വന്ത് സിംഗിനോടുള്ള എതിർപ്പ് അത് നമ്മൾ 2009 കണ്ടതാണ്. ആ പ്രീതി എന്തിനേറെ പറയുന്നു, BJPയിലെ ഏറ്റവും പരിണതപ്രജ്ഞനായ നേതാവ് വയോധികനായ LK അദ്വാനി മുഹമ്മദ് അലി ജിന്നയെ സംബന്ധിച്ച് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പോലും RSS കൈകാര്യം ചെയ്ത് കളഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോ ജസ്വന്ത് സിംഗിനെ ഇന്ന് പാർട്ടി മാറ്റി നിർത്തുന്നതിന്റെ പിന്നില് RSSന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാത്യു ചൂണ്ടിക്കാണിച്ച കാര്യം നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. RSS ഇറങ്ങിക്കളിക്കുന്നു, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പാർട്ടി അത് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് ഇന്ത്യ വിഭജനം മുഹമ്മദ് അലി ജിന്ന എന്ന പുസ്തകം അത് പ്രസിദ്ധീകരിച്ച കാലത്ത് ജസ്വന്ത് സിംഗിനെ പാർട്ടി പുറത്താക്കിയിരുന്നു. പിന്നീട് LK അദ്വാനിയുടെ നിർബന്ധത്തെ തുടർന്നാണ് ജസ്വന്ത് സിംഗിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ LK അദ്വാനിയെ ഗാന്ധിനഗറിൽ ഒതുക്കി നിർത്താൻ RSS നേതൃത്വത്തിന് സാധിച്ചിരിക്കുന്നു. RSSന് അപ്രിയനായ ജസ്വന്ത് സിംഗിന് സീറ്റ് കൊടുക്കാതെ പുറത്തേക്കുള്ള വഴിയൊരുക്കാനും RSS നേതൃത്വത്തിന് സാധിച്ചിരിക്കുന്നു. അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതിനോടൊപ്പം ഏറ്റവും അവസാനം സുഷമ സ്വരാജ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ച ചെയ്തല്ല ജസ്വന്തിന് സീറ്റ് നിഷേധിച്ചത് എന്നാണ്. രാജീവ്, എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ, അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഇതൊരു രാഷ്ട്രീയ ചർച്ച അല്ല ഇവിടെ ആവശ്യം. RSSന്റെ പേര് ഇത് പിണറായി വിജയൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പരിപാടിയാണ്. BJPക്കെതിരെയുള്ള എല്ലാ ചർച്ചകളിലും എല്ലാ പൊതുയോഗങ്ങളിലും ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് RSS എന്നുള്ള വാക്കാണ്. അത്തരത്തിലൊരു പദപ്രയോഗം കൊണ്ടുവന്നിട്ട് ആ സംഘടനയെ ഇതിലേക്ക് വലിച്ചിഴച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ട വച്ചിട്ടാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തമായ ഒരു ഭരണഘടന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിലാണ് ജസ്വന്ത് സിംഗിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഡാർജിലിംഗിൽ നിന്ന് അദ്ദേഹത്തിന് വീണ്ടും പാർട്ടി സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബാർമറിൽ പാർട്ടിയിൽ ഇപ്പോൾ ജഗദാംബിക പാലിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് വരുന്നവരെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സീറ്റ് നൽകുന്ന സമയത്ത്
ഒരുപാട് മാനദണ്ഡങ്ങളുടെ ഒരുപാട് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നൽകുന്നത്. അതിന് പ്രാദേശികമായിട്ട് പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ശ്രീ വി. രാജേഷ്, സുഷമാ സ്വരാജിനെ പോലെ മുതിർന്ന നേതാവ്, തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമായ സുഷമാ സ്വരാജിനെ പോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ അവർ തന്നെ പറയുന്നു ജസ്വന്തിന് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ച ചെയ്യാതെയാണ് എടുത്തത് എന്ന്. അതിൽ അവർക്ക് ദുഃഖമുണ്ട്, വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും തനിക്ക് ദുഃഖമുണ്ട് എന്നവർ പറയുന്നുമുണ്ട്. പിന്നെ താങ്കൾ ഈ പറയുന്ന ഭരണഘടന, വ്യവസ്ഥാപിതമായ രീതികൾ, ഇതൊക്കെ എവിടെയാണ്? അപ്പോൾ ജസ്വന്ത് പറയുന്നത് പോലെ ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ചിലരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു എന്നത് വിശ്വസിക്കേണ്ടി വരില്ലേ? സുഷമാ സ്വരാജ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഷമാജി ആ അഭിപ്രായം പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? അത് വാർത്തകൾ കേട്ടതിലപ്പുറം പാർട്ടിയുടെ ഔദ്യോഗിക തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നിലപാടുകൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് ലഭിച്ചിട്ടില്ല. നേരത്തെ രാജീവ് പറഞ്ഞല്ലോ, പിന്നെ ജസ്വന്ത് സിംഗിന് സീറ്റ് നിഷേധിച്ചതായിട്ട് ഒരു വാർത്തയും ഒരിടത്തും വന്നിട്ടില്ല. രാജീവ് നേരത്തെ പറഞ്ഞത് ഗാന്ധിനഗറിൽ അദ്വാനിയെ ഒതുക്കി നിർത്തുവാൻ വേണ്ടി RSSന് സാധിച്ചു. രാജീവ് ഇത്തരത്തിലുള്ള പദപ്രയോഗമൊക്കെ എന്തിനാണ് നടത്തുന്നത്? അദ്ദേഹം അവിടുത്തെ അവിടെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. LK അദ്വാനിയെ ഗാന്ധിനഗറിൽ ഒതുക്കി നിർത്താൻ സാധിച്ചു എന്ന പ്രയോഗം ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ഉന്നയിച്ചത് അത് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇക്കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ രാജീവ് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ആരാണോ ഒതുക്കി നിർത്തുകയല്ലോ ചെയ്തത്, അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയല്ലേ ചെയ്തത്. രാജേഷ് പറഞ്ഞോളൂ. രാജീവ്, ലാൽകൃഷ്ണ അദ്വാനിജിക്ക് ഗാന്ധിനഗർ സീറ്റ് കൊടുക്കുന്നു. ഞങ്ങൾ സീറ്റ് നിശ്ചയിച്ച സമയത്ത് തീരുമാനിച്ചത് ഏറ്റവും കൂടുതൽ സീറ്റ് ഈ പാർലമെന്റിൽ BJPക്ക് നേടിയെടുക്കണം. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ ഒരു 50 സീറ്റ് വരെ നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും മുതിർന്ന 4 നേതാക്കളെ ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നരേന്ദ്രമോദിജി, ഉമാഭാരതി, അതോടൊപ്പം തന്നെ മുരളി മനോഹർ ജോഷി, രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവരെ നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് 50ഓളം സീറ്റ് പിടിക്കുക. മധ്യപ്രദേശിൽ ആദ്യം ഒരു ചർച്ച വന്നു, സുഷമാ സ്വരാജ് മാത്രമേ ഉള്ളൂ, അദ്വാനിയെ കൂടെ അവിടെ നിർത്തണം. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ പരമാവധി സീറ്റ് പിടിക്കുക. ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്ന സമയത്ത് അദ്വാനിയെ ഗാന്ധിനഗറിൽ നിന്നും ഭോപ്പാലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു നെഗറ്റീവ് സന്ദേശം ജനങ്ങൾക്കും രാഷ്ട്രീയ സമൂഹത്തിനും നൽകും എന്നുള്ളൊരു ചർച്ച കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്വാനിജി ഈ ടൈം കൂടി ഗാന്ധിനഗറിൽ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ചർച്ചയിലേക്ക് വരുന്നത്. ആ ഒരു 3-4 ദിവസം മറ്റുള്ള തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് RSS നേരിട്ട് കടന്നു വരുന്നു എന്നുള്ള ചർച്ച കൊണ്ടുവരുന്നത് ജനങ്ങളെ സമ്പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. RSSുമായിട്ട് BJP രാഷ്ട്രീയപരമായിട്ടോ ഭരണപരമായിട്ടുള്ള യാതൊരു കാര്യവും RSSന്റെ അഭിപ്രായം തേടുകയോ RSS ഈ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ചെയ്യുകയോ ചെയ്യുന്നു എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. രണ്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന 2 സംഘടനകൾ മാത്രമാണ്. സുരേഷ് കുമാർ, ഇവിടെ ചില വിശദീകരണങ്ങൾ ആവശ്യമായി വരുന്നു. RSS നേതൃത്വം LK അദ്വാനിയെ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ LK അദ്വാനി രാജിവെച്ച ഘട്ടത്തിൽ, ഒരുപക്ഷെ താങ്കൾ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്ത കാലഘട്ടത്തിൽ നേരിട്ട് കണ്ടതായിരിക്കാം. അത്തരം ഘട്ടങ്ങളിലൊക്കെ RSSന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലേ എന്നത് നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, RSS നേരിട്ടിടപെടുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ജസ്വന്ത് സിംഗ് ആരോപിക്കുന്നത് പോലെ BJPയുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കലുകൾ ഉണ്ടാകുന്നു, ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു മാറി നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് RSS നേരിട്ടിടപെടുകയാണെങ്കിൽ? രാജേഷ് അദ്ദേഹത്തിന് പിന്നെ BJPയെയും RSSനെയും ന്യായീകരിക്കേണ്ടതുണ്ടായിരിക്കാം. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമേ എനിക്കിതിനെ സംസാരിക്കാൻ കഴിയുള്ളൂ. അത് എങ്ങോട്ടും ചായാതെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി സമയത്ത് എന്തിനാണ് നരേന്ദ്രമോദി RSS ആസ്ഥാനത്തേക്ക് പോയത്? അല്ലെങ്കിൽ ഭയ്യാജി ജോഷി എന്തിനാണ് അദ്വാനിയെ വിളിക്കുന്നത്? ഇത്തരം ഒത്തിരി RSSന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. RSSും BJPയും തമ്മിലുള്ള ബന്ധം അത് രണ്ടും സ്വതന്ത്ര സംഘടനകളൊക്കെയാണെന്ന് വളരെ മനോഹരമായി പറയാം. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അല്ല എന്നും RSSന്റെ വർക്ക്
BJPക്ക് വേണ്ടി ഓരോ രാജ്യത്തിൻ്റെ ഓരോ കോണിലും നടക്കുന്നുണ്ട്. അതിന് നിയന്ത്രിക്കുന്നതെല്ലാം RSSന്റെ അപ്പർ ഹാൻഡിലാണ് എന്നുള്ളതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. രാജേഷ് വിശദമായി അന്വേഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല, മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ മാത്രമേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ അദ്വാനി ആയാലും ശരി, മോഡി ആയാലും ശരി, കാക്കിയാണോ കാവിയാണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഇതിൽ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ളൂ. അതായത് സംഘപരിവാറിൽ അതിൻ്റെ നയിക്കുന്ന RSSനും അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPക്കും ഒക്കെ ഒരേ അജണ്ടകളാണ് ഏറിയും കുറഞ്ഞും അവർ മുന്നോട്ട് വയ്ക്കുന്നതും അത് നടപ്പാക്കുന്നതും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് അദ്വാനി വലിയ വിശുദ്ധനായിട്ടോ അല്ലെങ്കിൽ ഇന്ന് മോഡി ഏറ്റവും മോശപ്പെട്ടവനായിട്ടോ അങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല. ഇവരെല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മയാണല്ലോ സംഘപരിവാർ. അതിൽ അദ്വാനി മുതൽ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കൂട്ടരുടെ കാലം കഴിഞ്ഞു, അവരുടെ ഉപയോഗം കഴിഞ്ഞു, അവരെ കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു വശത്ത് ചിന്തിക്കുന്നു. അതിനനുസരിച്ച് മോഡിയാണ് ഇനി ഈ പാർട്ടിയെ വളർത്താൻ നല്ലത്, അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ട് നീക്കാൻ ഏറ്റവും നല്ലത് മോഡിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അല്ലാതെ പിന്നെ ഒരു മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ല ഈ 2014 BJP വിഭാവനം ചെയ്യുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അപകടകരമായ കാര്യവും അതുതന്നെയാണെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പുറമേ കാണുന്ന ഇത്തരം നാടകങ്ങൾക്കപ്പുറം ഒരു കൃത്യമായ അജണ്ടയോടുകൂടി, ഒരു കൃത്യമായ നീക്കത്തോടുകൂടിയാണ് RSS ഈ തെരഞ്ഞെടുപ്പിനെ മോഡിയെ മുന്നിൽ വെച്ച് നയിക്കുന്നത്. അതൊരു ഡിവിസീവ് അജണ്ടയാണ് എന്ന് കാണാൻ പ്രയാസവുമില്ല. രാജീവ്. മാത്യു കുഴൽനാടൻ, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അത്തരമൊരു ഡിവിസീവ് അജണ്ട അത് എത്രത്തോളം ആഴത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്? കോൺഗ്രസ് എങ്ങനെയാണ് ഈ അജണ്ടയെ നേരിടാൻ അല്ലെങ്കിൽ ഈ അജണ്ടയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ ആദ്യം പോലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, BJP എന്നാണ് അദ്വാനിയെക്കാളും വലിയ പ്രയോറിറ്റി നരേന്ദ്രമോദി ആയത്. കാരണം BJPയുടെ ചർച്ചയിലെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണെന്ന് അദ്വാനി എന്നുള്ളത് ആരും നിഷേധിക്കത്തില്ല. RSSന്റെ പ്രയോറിറ്റി നരേന്ദ്രമോദി ആയപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായത്. കാരണം ബാബറി മസ്ജിദിലേക്ക് പദയാത്ര നടത്തി അവിടെ ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഒരു ഊർജ്ജം നൽകിയപ്പോൾ അദ്വാനി ആയിരുന്നു RSSന്റെ പ്രയോറിറ്റി. 2005 കലാപം നടത്തി രക്തച്ചൊരിച്ചിലൂടെ ആ അജണ്ട നടപ്പിലാക്കി അധികാരം പിടിച്ചവനായി വിജയശ്രീലാളിതനായി മോഡി വന്നപ്പോൾ അദ്വാനിയുടെ മുകളിലുള്ള പ്രയോറിറ്റി നരേന്ദ്രമോദിയായി. ഇതൊന്നും ആർക്കും അറിയാൻ വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജേഷിനോട് ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കാനാണ്. നിങ്ങൾ പറയുന്നു RSSനും BJP ആയിട്ട് യാതൊരു ഇതുമില്ലാതെ, ധൈര്യമായിട്ട് RSSന് ഈ പാർട്ടിയിൽ ചുക്കും കാര്യമില്ല എന്ന് ഈ ചർച്ചയിലെങ്കിലും പറയാൻ രാജേഷിന് ധൈര്യം പറ്റുമോ? രാജേഷ് കഴിയുന്നത്? രാജേഷ് പോലും കഴിയത്തില്ല. അങ്ങനെ ഇരിക്കെ RSSലേക്ക് റോഡും ഇല്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്ര പേര് ചർച്ച ചെയ്ത വിഷയം LK അദ്വാനിയെ ഗാന്ധിനഗർ. ഞാൻ ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും പറഞ്ഞത് ഭോപ്പാലിലേക്ക് പോകണം, അദ്വാനി തന്നെ പറഞ്ഞ അദ്വാനിയുടെ താല്പര്യമായിരുന്നു. അത് നടക്കാതെ പോയതാണ്. അത് വേണ്ടെന്നും അത് നടക്കില്ലെന്നും വരുത്തിയത് RSS തന്നെയാണ്. RSSന് മുമ്പിൽ മാത്രമാണ് അദ്വാനി കേൾക്കേണ്ടി വന്നത്. ഇപ്പോ BJPയുടെ ഇലക്ഷൻ കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് LK അദ്വാനി, ലോക്സഭയിലെ അവരുടെ നേതാവായ സുഷമ സ്വരാജും അടക്കം ജസ്വന്ത് സിംഗിന് ബാൽമറിൽ സീറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ മുകളിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ശക്തി ഏതാണ്? ഈ അദർശ ശക്തി രാജേഷ് എന്തോരം മറച്ചാലും മൂടി വെച്ചാലും BJP എന്ന് പറയുന്നത് RSSന്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എന്നുള്ളത് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം. രാജേഷ്, ഇവിടെ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചത് ഭോപ്പാൽ സീറ്റ് വേണം തനിക്ക് മത്സരിക്കാൻ എന്ന് ആവശ്യപ്പെട്ടത് LK അദ്വാനി തന്നെയാണ്. അത് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. 2-3 ദിവസം ചർച്ച ചെയ്തതിന് ശേഷം ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് അദ്വാനി ഗാന്ധിനഗറിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് BJP പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷവും അദ്ദേഹം ഭോപ്പാൽ സീറ്റിന് വേണ്ടി ഉറച്ചു നിന്നു എന്നാണ് വാർത്തകൾ. ഏറ്റവും ഒടുവിലാണ് ഗാന്ധിനഗർ സീറ്റ് എന്ന
നിർദ്ദേശം അദ്ദേഹം സ്വീകരിച്ചതായി അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ബാമർ സീറ്റ് വേണം എന്ന് ജസ്വന്ത് സിംഗ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. അതേസമയം നരേന്ദ്രമോദിക്ക്, രാജ്നാഥ് സിംഗിന്, അരുൺ ജെയ്റ്റ്ലിക്ക് ഇവർക്കൊക്കെ അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടി എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. രാജീവ്, ഞാനിതിലോട്ട് വരാം. അതിനു മുമ്പ് രണ്ടുപേർ പറഞ്ഞ ചില വളരെ രണ്ടുപേരും പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ മറുപടി പറയണം. ബഹുമാനപ്പെട്ട ശ്രീ എ സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞു വ്യാജ മതേതരത്വം പറഞ്ഞുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ BJPയുടെ ഏത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകണം. എന്ത് വ്യാജ മതേതരത്വമാണ് BJP പറയുന്നത്? ഇന്ത്യയിലെ ഈ രാജ്യത്തുള്ള എല്ലാ ജാതി മത ചിന്താഗതിക്കാരും താമസിക്കുന്ന സുഖമായിട്ട് ജീവിക്കുന്ന ഗുജറാത്തിലെ മൂന്നാമത്തെ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിജിയെയാണ് ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത്. മറ്റ് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതാക്കന്മാരും തന്നെ ജനകീയ പിന്തുണ ആർജിച്ച് വർഷങ്ങളോളം ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ മുന്നിൽ വയ്ക്കുന്ന മുദ്രാവാക്യം ഭാരതത്തിൻ്റെ ദേശീയതയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ധൈര്യപൂർവ്വം ഞങ്ങൾ ജനങ്ങളെ നേരിടുമ്പോൾ ഏത് വ്യാജ മതേതരത്വത്തിൻ്റെ പേരിലാണ് താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? താങ്കൾ നിഷ്പക്ഷനല്ല, താങ്കൾ പൂർണ്ണമായിട്ടും പക്ഷപാതിയാണ്. അതുകൊണ്ടാണ് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നത്. ഒന്ന്. രണ്ട്, പിന്നെ മറ്റൊന്ന് താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി RSS കാര്യാലയത്തിലേക്ക് പോകുന്നു, ഭയ്യാജി ജോഷി രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. എന്താ ഇതൊക്കെ നിരോധന സംഘടനകളാണോ? നരേന്ദ്രമോദി RSS കാര്യാലയത്തിലേക്ക് പോയിക്കൂടാ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭയ്യാജി ജോഷിക്ക് എന്താ അദ്ദേഹത്തിന് രാജ്നാഥ് സിംഗിനെ വിളിച്ചുകൂടെ? അവർ തമ്മിൽ സംസാരിച്ചുകൂടെ? ഇതൊക്കെ തന്നെ ഈ നിങ്ങളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? അവർക്ക് സംസാരിക്കാം, ഇനിയും സംസാരിക്കാം. ഞാൻ RSS ഒരു നിരോധന സംഘടനയൊന്നുമല്ല. 1960കളിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പരേഡിൽ RSSനെ ഔദ്യോഗികമായി ക്ഷണിച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ളതാ. ഈ സംഘടന നിരോധിച്ച സംഘടനയല്ല. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഭരണകർത്താക്കളെ സംഭാവന ചെയ്ത സംഘടനയാണ്. ഞാൻ പറഞ്ഞത് പിന്നെ മാത്യു കുഴൽനാടൻ പറയുന്ന വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ലല്ലോ. കാരണം ഞാനൊക്കെ തന്നെ ഒരു ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ മാത്യു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. BJPയുടെ ദൈനംദിന കാര്യങ്ങളിലോ BJPയുടെ ഭരണഘടന നടപ്പിലാക്കുന്നതിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ RSS ഇടപെടാറില്ല. അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നരേന്ദ്രമോദി ആ കാര്യാലയത്തിൻ്റെ മുൻപിൽ കൂടി പോയി ഭയ്യാജി ജോഷി ഇദ്ദേഹത്തെ മൊബൈൽ ഫോണിൽ വിളിച്ചു, ഇത് ഇങ്ങനെ ബാലിശമായി സംസാരിക്കാതെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നു നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ RSS കാര്യാലയത്തിലേക്ക് പോയ കാര്യമല്ല എ സുരേഷ് കുമാർ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നതിനിടെ RSS കാര്യാലയത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നത് സ്ഥാനാർത്ഥി കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ലാതെ മറ്റെന്താണ് എന്ന സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്. ഭയ്യാജി ജോഷി വിളിക്കുന്നതും സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുമാണ്. ഇത് തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്ന സംശയമാണ് എ സുരേഷ് കുമാർ ഉന്നയിച്ചത്. അല്ല, അത് രാജീവ് ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, CPMൽ പിണറായി വിജയൻ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്ന് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. അവർക്ക് പാർട്ടി ഘടകങ്ങളെ ബോധിപ്പിച്ചാൽ മതി. എല്ലാ മാധ്യമ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഇന്നാരെയൊക്കെ കാണുന്നു, ഞങ്ങൾ സംസാരിച്ച് ഇന്നതൊക്കെയാണ്. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഒരു സോണിയാഗാന്ധി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങളെ മുഴുവനും അറിയിച്ചുകൊണ്ടാണെന്ന് പറയട്ടെ, ആണോ? പ്രകാശ് കരാട്ട് എങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി അതാണോ ചെയ്യുന്നത്? PDP അതാണോ ചെയ്യുന്നത്? ഒന്നുമല്ല. അപ്പോൾ നരേന്ദ്രമോദി എവിടെ പോകുമ്പോൾ മാത്രമേ സംശയമുള്ളൂ. രാജ്നാഥ് സിംഗ് ആരെ വിളിക്കണം അത് മാത്രമേ നിങ്ങൾക്ക് സംശയമുള്ളൂ. മറ്റൊന്ന്, മാത്യു പറഞ്ഞതിനോടൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അദ്വാനിജി ഭോപ്പാൽ ആവശ്യപ്പെട്ടു, ലാൽകൃഷ്ണ അദ്വാനിജി ഭോപ്പാൽ മണ്ഡലം എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ ബൈറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു പത്രക്കുറിപ്പോ നിങ്ങൾ കാണിക്കാമോ? അത്തരത്തിലുള്ള വാർത്തകൾ വന്നു, സ്വാഭാവികമാണ്. അദ്വാനിജിയെ ഭോപ്പാലിൽ മത്സരിപ്പിക്കണമെന്നൊരു ചർച്ച ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന്. 2 നേതാക്കന്മാരെ ഭോപ്പാലിൽ നിർത്തുക, പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക. അപ്പോഴാണ് തെറ്റായ ഒരു സന്ദേശം പ്രവഹിക്കുന്നു, അദ്വാനി ഗാന്ധിയിൽ തന്നെ മത്സരിക്കട്ടെ എന്ന് പറയുന്നു. ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ ഏത് വ്യാജ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് താങ്കൾ തയ്യാറാകണം. ശ്രീ എ സുരേഷ് കുമാർ, അതിന് മറുപടി വേണം. ഒപ്പം പ്രായോഗിക തലത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ
ജസ്വന്ത് സിംഗിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ജസ്വന്ത് സിംഗ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് മൂലം BJPക്ക് ഉണ്ടാകാൻ ഇടയുള്ള പ്രശ്നങ്ങൾ, ഒപ്പം LK അദ്വാനിയുമായുടെ സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കം, അത് BJPക്ക് ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ, അതുകൂടി പറഞ്ഞാൽ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. രാജേഷിൻ്റെ ആക്രമണോത്സുകത ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ണടച്ചിരുട്ടാക്കിയാൽ അത് അങ്ങനെ ആവില്ല. കണ്ണടച്ച് പൂച്ച പാല് കുടിച്ചാൽ ഇരുട്ടിലല്ല പൂച്ച പാല് കുടിക്കുന്നത്. ഗുജറാത്തിൽ നടന്ന ഒരു കലാപം, ഒരു അതിക്രമം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പങ്കുവഹിച്ചവർ ആരൊക്കെയാണെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാജ മതേതരത്വമാണോ, BJPയുടേത് യഥാർത്ഥ മതേതരത്വമാണോ, ദേശീയതയാണോ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും രാജേഷിൻ്റെ ഈ കണ്ണടച്ച് ഇരുട്ടാക്കൽ പരിപാടിയിൽ സഹകരിക്കാൻ ഞാനില്ല. അത് പൊതുജനങ്ങൾക്ക് വിടുന്നു. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അത് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത് BJPയുടേത് ഡിവിസീവ് അജണ്ടയാണ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ന്യൂനതയും അതുതന്നെയാണ്. ഒരു ദേശീയ പ്രസ്ഥാനത്തിന് യോജിച്ച നാനാത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഉൾക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നുള്ളത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല. രാജേഷിനോട് പ്രത്യേകിച്ചൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വിഷയം അദ്വാനിയും ജസ്വന്ത് സിംഗും ഒക്കെ ഒതുക്കപ്പെടുന്ന സാഹചര്യമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. RSSൻ്റെ മേൽക്കൈയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി വാഴിച്ചത് മുതൽ മോഡിയാണ് ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് സമാഹരണം നടത്തേണ്ടത് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് തന്നെ അതിൻ്റെ പിന്നിൽ RSS വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജസ്വന്ത് സിംഗിനെയോ അദ്വാനിയെയോ അല്ലെങ്കിൽ എതിര് നിൽക്കുന്ന മുരളി മനോഹർ ജോഷിയോ ഇവരൊക്കെ BJP എന്ന പ്രസ്ഥാനത്തിന് എത്രത്തോളം സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളത് രാജേഷ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം ആണോ എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, മുമ്പേ പറഞ്ഞതുപോലെ. പക്ഷേ ഈ പ്രശ്നം അത് അവർ ഇത്രയും കാലം ഈ പാർട്ടിയെ സേവിച്ചവർക്ക് ആ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന തിരിച്ചടിയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അമ്പരപ്പിക്കുന്ന വിഷയം. ഇത് വളരെ മനോഹരമായി പരിഹരിക്കപ്പെടാവുന്ന ഒന്നായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഏറ്റവും മുതിർന്ന നേതാക്കൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് രാജേഷ് പറഞ്ഞു മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെങ്കിൽ ഈ ജസ്വന്ത് സിംഗ് എന്തുകൊണ്ടാണ് നാളെ രാജിവെക്കാൻ വിടുകയാണ് എന്ന് പറയുന്നത്? അദ്വാനി എന്തുകൊണ്ടാണ് എനിക്ക് ഭോപ്പാൽ വേണം, എനിക്ക് ഗാന്ധിനഗർ വേണ്ട, അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് രണ്ടും തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ളതിനകത്തുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നത്? ഇതൊക്കെ പാർട്ടിക്കുള്ളിലെ ഒതുക്കൽ പ്രക്രിയ വളരെ കൃത്യമായി നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല. വേണ്ട, എനിക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശിവസേന, നിങ്ങളുടെ സഖ്യകക്ഷിയാണ്, ആ ശിവസേന എന്തുകൊണ്ടാണ് അദ്വാനിയാണ് കൂടുതൽ സ്വീകാര്യൻ, മോഡിയല്ല എന്ന് പറയുന്നത്? മോഡിക്ക് എന്താ പ്രശ്നം? ഈ രാജേഷ് പറഞ്ഞതുപോലെയാണെങ്കിൽ മോഡിക്ക് എന്താ പ്രശ്നം, ശിവസേനയ്ക്ക് എന്താ പ്രശ്നം ആകേണ്ടത്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ, വളരെ സ്മൂത്തായിട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ. അതല്ല, ഉമാഭാരതി എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് കത്തയക്കുന്നത്? ഈ സാഹചര്യങ്ങളൊക്കെ രാജേഷ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മതേതരത്വം നമ്മുടെ വാക്കുകളിലല്ല, അത് പ്രവൃത്തിയിലാണ് വേണ്ടത്. ആ പ്രവൃത്തിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ മതേതരത്വം പ്രവൃത്തിയിലില്ലാത്തപ്പോൾ നമ്മളതിനെ വ്യാജ മതേതരത്വം എന്ന് വിളിക്കും. രാജീവ്. റൈറ്റ്. അവസാനമായി ഒരിക്കൽ കൂടി വി വി രാജേഷ്, ഇവിടെ സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശിവസേനയ്ക്ക് എന്തുകൊണ്ടൊരു സംശയമുണ്ടാകുന്നു? അദ്വാനി യുഗം, മോദി യുഗം BJPയിൽ തുടങ്ങിയെങ്കിലും അദ്വാനി യുഗം അവസാനിച്ചിട്ടില്ല എന്ന് അവർക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? അദ്വാനിയെ അപമാനിക്കരുതായിരുന്നു എന്തുകൊണ്ട് ദീർഘകാലം സഖ്യകക്ഷിയായ BJPയുടെ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു?
രാജീവ്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, BJP ഒരു ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. കുറേ ഇതിൽ അദ്വാനി പ്രധാനമന്ത്രിയാകുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നു, വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നു. അതിനേക്കാളുപരി ഒരു ആശയം, ഒരു പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും ഒരു മൂവ്മെൻറ്റിന് ആരെങ്കിലും ഒരാൾ നേതൃത്വം നൽകും. കുറേ കാലം അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു, പിന്നീട് LK അദ്വാനിജിയായി. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നരേന്ദ്രമോദിജിയെയാണ് BJP മുന്നിൽ നിർത്തുന്നത്. മറ്റൊന്ന് ശ്രീ A. സുരേഷ് കുമാർ ചോദിച്ചു, എന്തുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുവെന്ന്. ബഹുമാനപ്പെട്ട A. സുരേഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ അഭിപ്രായമുള്ള വ്യക്തികൾ ചേർന്നിട്ടുള്ളതാണ്. സോണിയാഗാന്ധിയെ കാണുമ്പോഴേക്കും, സോണിയാഗാന്ധിയുടെ തിട്ടൂരം വരുമ്പോഴേക്കും വാല് മടക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളൊക്കെ തന്നെ അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ രാജീവേ, ഇടയിൽ എന്നെ തടസ്സപ്പെട്ടത് ദയവ് ചെയ്തിട്ട്. ഞങ്ങളിൽ അഭിപ്രായമുള്ളവരാകുമ്പോഴേക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതയും ഒക്കെ തന്നെ ഒരു ആശയത്തിൻ്റെ വലിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേക്കും അതിൽ ഏക തീരുമാനമായിട്ട് വരും. മറ്റൊന്ന്, താങ്കൾ വളരെ അപകടകരമായിട്ടുള്ള കാര്യം താങ്കൾ പ്രയോഗിച്ചു. ലാൽകൃഷ്ണ അദ്വാനിയും ജസ്വന്ത് സിംഗും ഒക്കെ തന്നെ ഒരുപാട് സംഭാവന പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി എത്ര ചെയ്തിരിക്കുന്നു എന്ന് കണ്ടറിയണമെന്ന്. താങ്കൾക്ക് തടിയൻ്റെ അവിടെ നസീറും അബ്ദുൽ നാസർ മദനിയും ഒക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്ത സംഭാവനകളെ കുറിച്ച് മാത്രമേ താങ്കൾക്ക് ഓർമ്മ കാണുകയുള്ളൂ. ലാൽകൃഷ്ണ അദ്വാനിയും ജസ്വന്ത് സിംഗും ചെയ്ത സംഭാവനകൾ താങ്കൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. കാര്യം താങ്കൾ നിഷ്പക്ഷനാണ്. അതുകൊണ്ട് താങ്കൾക്ക് ഒട്ടും സാധിക്കുകയില്ല. ഇത്തരത്തിൽ നാവ് വാടകയ്ക്ക് കൊടുത്തിട്ട് അസത്യങ്ങൾ പറയുന്നത്. ശ്രീ വി രാജേഷ്, അവിടെ ഒരു തിരുത്ത്. A. സുരേഷ് കുമാർ പറഞ്ഞത് ലാൽകൃഷ്ണ അദ്വാനിയും ജസ്വന്ത് സിംഗും ഒക്കെ രാജ്യത്തിന് എന്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ്. സംഭാവന ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയല്ല, അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് A. സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്. അതൊരു പക്ഷേ ആ നിലപാടായിരിക്കും കുറെ കൂടെ ശരി. രാജീവേ, അതിൽ അദ്ദേഹത്തിനൊരു സംശയമുണ്ട്. ഇത്രയും കാലം ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച LK അദ്വാനിയെ പോലുള്ളവർ ഈ രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു സംശയം, അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംശയം അദ്ദേഹം ഇട്ടുകൊടുക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ അദ്വാനിയോടും ജസ്വന്ത് സിംഗിനോടും അദ്ദേഹം അനുഭവം പ്രകടിപ്പിക്കുന്നു. അവസാനമായി A. സുരേഷ് കുമാർ മറുപടി. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അദ്വാനി ഒരു ഡിവിസീവ് അജണ്ടയുടെ ആളാണ്, BJP ഒരു ഡിവിസീവ് അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന്, ഞാൻ വിഭാഗീയ അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ഞാൻ ആവർത്തിക്കുന്നു. നമുക്ക് മുമ്പിൽ ബാബരി മസ്ജിദുണ്ട്, ഗുജറാത്ത് കലാപമുണ്ട്, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഹിന്ദുത്വത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങൾക്ക് മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രാജേഷിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പോ വിഷയം വേറെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ലല്ലോ. അതല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത് നിൽക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് സംസാരിക്കാൻ സമയപരിധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കാത്തത്. ഞാൻ സംസാരിക്കുന്ന വിഷയം BJPയിലെ തർക്കം, അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിസന്ധി, ഈ വിഷയങ്ങളിലാണ്. മറ്റ് കാര്യങ്ങളിലേക്ക് വിശദമായി സംസാരിക്കാൻ ഈ സമയപരിധി നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നില്ല എന്ന് കരുതി അതിന് അഭിപ്രായമില്ല എന്നുള്ളതല്ല പറയാനുള്ളത്. റൈറ്റ്. ശ്രീ വി രാജേഷ്, അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്. രാജീവ്, ഞാൻ നേരത്തെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പറയാൻ സാധിച്ചില്ല. മതേതരത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം 2002 വർഗീയ കലാപം പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് നടന്ന കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന 299 വർഗീയ കലാപങ്ങളെ കുറിച്ച് അദ്ദേഹം മറന്നുപോയി. മറ്റൊന്ന്, 2002 ശേഷം ഗുജറാത്തിൽ മുസ്ലിം സമുദായം ഭൂരിപക്ഷമുള്ള 30 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 30 നിയോജക മണ്ഡലങ്ങളിൽ 22 നിയോജക മണ്ഡലങ്ങളിലും BJP ആണ് വിജയിച്ചത്. രാജസ്ഥാനിൽ 2 മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള MLA-മാരാണ് ഉള്ളത്. അത് 2ഉം BJPയിൽ നിന്നുള്ളവരാണ്. അതിൽ ഒരാൾ മന്ത്രിയാണ്. ഈ മതേതരത്വത്തെ കുറിച്ച് അദ്ദേഹം വാചാലനാവുന്ന സമയത്ത് ശ്രീ വി രാജേഷ്, അത് നേരത്തെ പലകുറി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇതൊക്കെ സമയപരിമിതി മൂലം ഇടപെടുന്നു. A. സുരേഷ് കുമാർ. നരോദ പാർട്ടിയിലെ സുപ്രീം കോടതി ശിക്ഷിച്ച ഒരു മന്ത്രിയുമുണ്ട് ഗുജറാത്തില്. പിന്നെ ഇപ്പോൾ അമിത്ഷാ എന്ന് പറയുന്ന ആൾക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് രാജേഷിന് അറിയാം. ഹരിൻ പാണ്ഡ്യ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അവരുടെ കുടുംബ ബന്ധുക്കൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടു എന്നുള്ളതിന് രാജേഷ് സ്വയം മനസ്സിൽ ആലോചിച്ച് ഉത്തരം കണ്ടെത്തുക.
ഇത്തരം ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇത്തരം മനസാക്ഷിക്ക് നിരക്കാത്ത മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിന് സമയപരിധി വീണ്ടും പ്രശ്നമായതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ എ സുരേഷ് കുമാർ, വി രാജേഷ്, ഒപ്പം മാത്യു കുഴൽനാടൻ ഈ ചർച്ചയിൽ